25 ക്വസ്റ്റ്യൻസ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് എഴുതിയാൽ മതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ലൈഫ് കിട്ടിയ പ്രൈസ്ലെസ് ഗിഫ്റ്റ്. എഴുതല്ലേ കൊണ്ട് പറയണ്ടല്ല. വേണ്ട, എഴുതിയാൽ മതി. പറ. ജൂലി മാത്രമല്ല, ജൂലിയും കാനും. ഓക്കെ, അതന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇൻട്രോവേർട്ട് ആണോ, എക്സ്ട്രോവേർട്ട് ആണോ, ആംബിവേർട്ട് ആണോ? അതായത് കൂടുതൽ സംസാരിക്കുന്നതാണോ, രണ്ടിന്റെ ഇടയിലാണോ, അല്ലെങ്കിൽ കുറവ്, അങ്ങനെ തീരെ സംസാരിക്കുന്നത് കുറഞ്ഞതാണോ? ആവശ്യത്തിന് മാത്രം. ഓക്കെ, രണ്ടാൾക്ക് അപ്പോൾ ഒരുപോലെ അല്ലേ? എനിക്ക് എന്തിനോടാണ് കൂടുതൽ അഡിക്ഷൻ? എഴുതിയാ പോരെ? എഴുതിയാ മതി. എന്താണ്? ഫോൺ. എഴുതിയ ഫോണിനോട് കൂടുതൽ കളി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. എങ്ങനത്തെ ഫുഡ്? നാടൻ ഫുഡ്. അമ്മ ആക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, എപ്പോ കിട്ടിയാലും ഒരു പ്ലേറ്റ് ഉള്ള ഫുഡ്. ചക്ക വറുത്തത്. ചക്ക പച്ച ചക്ക, ഇളം ചക്ക വറുത്തത്. പിന്നെ എന്തെങ്കിലും സ്ട്രെസ് വരുമ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്? എന്താണ്? ഫോണിനെ കൊണ്ട് മോളിൽ പോയി ഫോണ് കൂടുതൽ ഉപയോഗിക്കും. എനിക്ക് കണ്ണ് പൊട്ടിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ്. അതിപ്പം പക്ഷെ എനിക്ക് ഡ്രസ്സിലൊരു കളറ്, അങ്ങനെയാണ്. എല്ലാത്തിലും ഒരേ കളറല്ല എനിക്ക് ഇഷ്ടം. പക്ഷെ നമ്മളൊന്നും എഴുതിയാ പോലെ. നിങ്ങളെപ്പോ ഞാൻ എന്താണോ പറയുന്ന കളർ അത് എഴുതിയാണ്. നമ്മള് ഡ്രസ്സിൽ പറയുന്ന കളർ എഴുതാം. അതായത് നീ അധികം മിക്കപ്പോഴും പറയുന്ന കളർ എഴുതാം. ഓക്കെ, ബ്ലാക്ക്. ഓക്കെ, ബ്ലാക്കിയുടെ ഒരു കിട്ട് ബ്ലാക്ക് ഡ്രസ് ഉണ്ട്. അപ്പം ഞാൻ ഡ്രസ്സ് എടുത്ത് വന്നാലും അമ്മേനെ എടുക്കുന്ന വഴക്ക് കിട്ടുമെന്ന് ചെയ്ത്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു സൂപ്പർ പവർ കിട്ടിയാൽ ഞാൻ എന്തായിരിക്കും, എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. അങ്ങനല്ല, ഇപ്പൊ ദൈവം എനിക്കൊരു സൂപ്പർ പവർ തരുവാണ്, അപ്പൊ ഞാൻ എന്താണ് ആവശ്യപ്പെടുക? അല്ലെ, എന്ത് ചെയ്യാനാണ് തോന്നുന്നത്? മനസ്സിലായല്ല? മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതായത് ഇപ്പൊ എനിക്ക് ദൈവം എന്തെങ്കിലും ഒരു വരം തരുവാണ്, അപ്പൊ ഞാൻ എന്തായിരിക്കും ചെയ്യുക? ആർക്കും ഇല്ലാത്തൊരു, നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല, ഫ്ലൈ ചെയ്യുക, എക്സാമ്പിൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി. എന്തെങ്കിലുമൊക്കെ എഴുത്, പറയല്ല, എന്തെങ്കിലുമൊക്കെ എഴുത്. ഇപ്പൊ അമ്മക്കൊരു ദൈവം ഒരു വരം തരികയാണെങ്കിൽ അമ്മ ആഗ്രഹിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും എഴുത്. രണ്ടെണ്ണം പറഞ്ഞോളൂ. രണ്ടെണ്ണം പറയാം. ഞാൻ രണ്ടെണ്ണം എഴുതിയിട്ടുള്ള പറഞ്ഞാല് നിങ്ങൾക്ക് എഴുതി. നീ ഞാൻ ഇത് ജൂലിയുടെ ലൈഫ് സ്പാൻ കൂട്ടുക. പിന്നെ നമുക്കൊന്നും പറ്റുന്നതിനിടക്ക് അടക്കത്തന്നെ പറ്റും. അതായത് ഞാൻ പണ്ടേ പറയുന്ന ഒരു കാര്യമാണ്, ഇവർക്ക് എല്ലാം എന്തെങ്കിലും പറ്റുന്നതിനിടക്ക് ഞാൻ പോവുക അങ്ങനെ. പക്ഷെ അത് രണ്ടും അല്ല ഞാൻ എഴുതിയത്, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ജൂലി പെറ്റിന്റെ ഒക്കെ ലൈഫ് സ്പാൻ കൂട്ടുക എന്നുള്ളത്. പക്ഷെ ഞാൻ എഴുതിയതായതുകൊണ്ട് മാർക്ക് കിട്ടില്ല. ഞാൻ എഴുതിയത് ഒന്നുകിൽ വാനിഷ് ആവുക, അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സറിയാൻ പറ്റുക. അതാണ് ഞാൻ എഴുതിയത്. അപ്പൊ രണ്ടാൾക്കും മാർക്കില്ല. നീ ഉദ്ദേശിക്കലുണ്ട്, കിട്ടേണ്ടതല്ലേ? എന്നൊരു അര എടുത്തോ. പക്ഷെ ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല, എന്നാലും ഓക്കെ. അപ്പൊ ഇപ്പം ഇത്ര വരെ ചോദിച്ചാൽ എനിക്കൊരു അരമാർക്ക് അധികം, ബാക്കി രണ്ടാൾക്കും ഒരുപോലെ. ഇനി അടുത്തത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളം ആക്ടർ. മലയാളമാണ്. ഓക്കെ, എനിക്ക് പോവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് വെച്ചാല് ഇതാണ്, കൂടുതലും ഭക്തി അമ്പലം പോലത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗ്രഹിക്കും ഞാൻ ഇതുവരെ പോകാത്ത അല്ലാതെ മറ്റു സ്ഥലങ്ങളല്ല.
എന്നൊക്കെ പണ്ട് പഠിക്കാതെ പോയതില് ഏറ്റവും സങ്കടമുള്ള കാര്യം, അതായത് ഇതല്ലേ വേറെ ഒരു കാര്യം. ഞാനത് ഇപ്പൊ പണ്ടൊക്കെ എല്ലാരും പറയും അത് പഠിക്കായിരുന്നു, എന്നിട്ട് അത് പഠിക്കാതെ നിന്നിട്ട് ഇപ്പം വിഷമിക്കുന്ന ഒരു കാര്യം. അതായത് എന്തെങ്കിലും ആവണം. അങ്ങനെ എന്തെങ്കിലും ആവാനല്ല, ഇപ്പം എന്തെങ്കിലും നമ്മൾ പഠിക്കൂലേ ഒരു നമുക്കുള്ള കഴിവുകള്. പാട്ട് എന്തിനാ എഴുതുന്നത്? ഞാൻ കേട്ടിട്ടില്ല. അല്ല അതൊക്കെ പറയാം. പക്ഷെ ഞാൻ അത്ര ക്ലൂ തരുന്നുണ്ട്, പക്ഷെ ഇത്ര ക്ലൂ തരരുത് ശരിക്കും. അല്ലെങ്കിൽ അറിയാം. അറിയാത്തത് സത്യത്തിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു നേരത്തെ എന്താ മനസ്സിലാവായിട്ട്. അതൊന്നും വെറുതെ എഴുതി വെച്ചു. എന്താ പറ, ആൻസർ പറ. പാട്ട് പാടാം. ഞാൻ ചെറുതിലേ ഭയങ്കര സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നന്നായിട്ട് പാടുമായിരുന്നു. അപ്പൊ ടീച്ചേഴ്സ് അമ്മയോട് പറയും പഠിപ്പിക്കായിരുന്നു, പഠിപ്പിക്കണം. പക്ഷെ ഇവരെന്തോ പഠിച്ചില്ല. അതിപ്പൊ ഞാനും പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ഇവരോട് വരുമ്പോ ഇവര് പറയുന്നത് എനിക്ക് പറയായിരുന്നു പഠിക്കണമെങ്കിൽ, ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ എല്ലാ ടീച്ചേഴ്സും പറയുമ്പോ ഇവർക്ക് എന്നെ കൊണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇവര് കൊണ്ടാക്കിയിട്ടില്ല. ഞാനത് ആഗ്രഹം പറയാ ഞാൻ നല്ല പാടുന്ന ആളാണ്. അപ്പൊ ഇവരല്ലേ കൊണ്ടാക്കേണ്ടത്. അല്ല പക്ഷെ എന്നാലും അമ്മ എനക്കൊരു ആഗ്രഹമുണ്ട്, അമ്മ ഒന്ന് എന്റെ എഴുതുമ്പോ പാട്ടിന്റെ അടുത്തോണ്ട് ചേർക്ക് എന്ന് പറഞ്ഞാല് മക്കൾക്കൊരു കഴിവുണ്ടായാല് അവരെ കൊണ്ടുപോയി ചേർക്കണം. പാരന്റ്സ് ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആയ ഡേറ്റ് മാത്രല്ലേ? ഡേറ്റേ വേണ്ട, ഇയർ ഒന്നും വേണ്ട. അതായത് അതെന്തായാലും ഓർമ്മയുണ്ടാവും. മാസം വേണം, കാരണം എന്തായാലും ഓർമ്മയുണ്ടാവും. അതൊരു സ്പെഷ്യൽ ഡേ ആണ് നമ്മളെ ഫാമിലിയില്. ഓക്കെ പറ. മെയ് 1. അത് എന്റെ അച്ചാച്ചൻ മരിച്ച ദിവസമാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ സമ്മാനം എനിക്ക് ഏറ്റവും ഭയങ്കര ആവശ്യമുള്ള സാധനം, അത് ലൈഫിൽ ഇതില്ലാണ്ട് പറ്റില്ല. ഫോണല്ല, വേറൊരു സാധനം. അങ്ങനെ പറഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക് എന്തായാലും. അതില്ലാണ്ട് ഇപ്പൊ നിങ്ങളെപ്പം പറയും ഇതില്ലാണ്ട് പറ്റുന്നില്ലല്ല ഉള്ള അങ്ങനെ അങ്ങനെ. എനിക്ക് കൊടുക്കണ്ടേ? അമ്മ എഴുതും. മനസ്സിലാവും ഇപ്പൊ എന്റെ മുഖത്ത്. അങ്ങനെ പറയണ്ടേ, അതുകൊണ്ട് നമുക്ക് കിട്ടിയത്. എന്താ അമ്മക്ക് ശരിക്കും ഇത് രണ്ടാക്കൊരേ പക്ഷെ എനിക്കറിയണ്ടല്ലോ അധികം. അല്ല എനിക്ക് നിങ്ങളെ ഒരു ചോദ്യം മനസ്സിലാവാൻ വേണ്ടി ഞാനിങ്ങനെ ഇത് കളിക്കുന്നതാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്, അതായത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഞാൻ പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയും. ഞാൻ എഴുതി പറയണ്ടല്ല. ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നത് ആരോടാണ്? എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എഴുതി. പറ. എന്റെ ചേച്ചി അഞ്ചു. സത്യത്തില് ഞാൻ എല്ലാ കാര്യങ്ങളും രണ്ടുപേരോടും പറയുന്നുണ്ട്, പക്ഷെ ഒരു ഇത്തിരിയെങ്കിലും അധികം ഇവളോടാണ്, അഞ്ജലിയോട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഫോണിൽ. ഞാൻ എഴുതി തന്നെ എഴുതണം, നിങ്ങൾ എന്താണോ മനസ്സിലാക്കുന്നത് അത് എഴുതാൻ പാടില്ല. വാട്സാപ്പ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയൊക്കെ എഴുതിയ കൊറേ എഴുതുന്നുണ്ട്. കൊറേ പാരഗ്രാഫാണ്, എസ്സേ ആണ്. എന്താ? യൂട്യൂബ്, ഇൻസ്റ്റ. പറഞ്ഞല്ലേ? ഒന്നര. എങ്ങനെ നേരത്തെ ഒരരയുള്ളൂ, ഒന്നായിട്ടില്ല. ഇപ്പൊ ഒന്നും പോയണ്ടേ അല്ലേ? അപ്പൊ എനിക്ക് 1.5 പോയി. അപ്പൊ ഞാൻ തോറ്റു. എന്റെ ഏറ്റവും മോശം സ്വഭാവം, അതായത് ഞാൻ മനസ്സിലായിട്ട് എഴുതണം. എന്റെ ഏറ്റവും മോശം സ്വഭാവം നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ലാത്ത, ഞാൻ 2 എണ്ണം മനസ്സിലായിട്ടുണ്ട്, അത് എഴുതിയാലും മതി. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാലും മതി. മനസ്സിലായില്ല. എന്റെ ഏറ്റവും ഇഷ്ടമല്ലാത്ത, നിങ്ങൾക്ക് എന്റെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്താ? കൊറേ ഇല്ലേ? എന്താ ഏതെങ്കിലും എഴുത്. അതെങ്ങനെ എഴുതേണ്ടതപ്പാ? അതെ
അഞ്ചു ഇപ്പൊ അമ്മ എന്തോ പറയുന്നിട്ട് എഴുതുന്നതാണ്. അതല്ല ഞാൻ നിർത്തി, ഞാനത് എഴുതിയില്ല, അതും കൂടെ എഴുതാൻ വെച്ചിട്ടാണ്. അത് എഴുതി നമ്മ പറഞ്ഞത് പുറത്തുള്ള അവസ്ഥ എഴുതി. ദേഷ്യം പറഞ്ഞാൽ എന്തൊക്കെയോ വിളിച്ചു പറയും. ഓക്കെ, ഞാൻ ദേഷ്യം വെച്ച് സൗണ്ട് വെച്ച് ദേഷ്യം പിടിക്കുന്ന സൗണ്ട് വെച്ച് ആ ഞാൻ മനസ്സിലാച്ചത് ഒന്ന് ദേഷ്യം പിടിക്കൽ പെട്ടെന്ന്. ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. പിന്നെ ദേഷ്യം വന്നാൽ ഞാൻ വായിട്ടൊന്നൊക്കെ വിളിച്ചു വിളിച്ചു പറയും. പറയും. പിന്നെ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ബോധം വരുന്നത് ഇതിങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ, അതായത് ഇപ്പൊ ഞാൻ കാണലൊന്നുമില്ല, പക്ഷെ പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ. ചെറുപ്പത്തിലല്ല, ചെറുപ്പത്തിൽ അമ്മ അതിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ചെറുപ്പത്തിലല്ല, ഒരു കുറച്ച് വലുതായിട്ടല്ല, ഒരു കുറച്ച് കുട്ടിയായിരിക്കും. അമ്മക്ക് പറയാൻ എടുത്തില്ല. നമുക്ക് അതറിയാൻ ചാൻസ് ഇല്ലാതെ നമ്മള് പണ്ട് അച്ഛനൊക്കെ ഇരുന്നിട്ട് കാണുന്നുണ്ട്. നമ്മള് നാലാളും പണ്ട് കാണലുണ്ട്. പക്ഷെ അത് ഞാൻ പിന്നീട് ഫോണിൽ എപ്പോഴും കാണും. എഴുതിക്കോ, എന്താ എഴുത്. അങ്ങനത്തെ ഒന്നല്ല, ഒരു ഫണ്ണായിട്ടുള്ള ഒരു കാർട്ടൂണ്. കിട്ടുന്നില്ല. ഞാൻ പറയട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അങ്ങനെ ഇപ്പോഴും ചിലപ്പോ ഒക്കെ ഇങ്ങനെ ഓരോന്ന് വരികയാണെങ്കിൽ കാണും. അപ്പൊ 2.5 മാർക്ക് അഞ്ജുവിന് അധികം സ്കോർ ചെയ്തിട്ട്. ഞാൻ 2.5 മാർക്ക് തോക്കണ്ട, ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എനിക്ക് സോങ്ങില് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈപ്പ് സോങ്, ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് അല്ല, ഏത് ടൈപ്പ് സോങ് ആണ് എനിക്ക് കുറച്ചും അധികം ഇഷ്ടം. അതായത് ഇങ്ങനെ എന്താ പറയാ, ഇപ്പം നീ ഇങ്ങനെ ഇപ്പത്തെ ടൈപ്പ് അടിച്ചുപൊളി സോങ് ആണോ അല്ലെങ്കിൽ പഴയ പാട്ടുകള്, അപ്പം സ്പെസിഫൈ ചെയ്ത് പറയണമെന്നില്ല എങ്ങനത്തെ ടൈപ്പ് ആണെന്ന് എഴുതിയാണ്. ഏതെങ്കിലും ഒരു ഇതാകാൻ ഇഷ്ടമുള്ളത് പാടാനും കേൾക്കാനും. ഓക്കെ, എഴുതിയാ എഴുതിയതാ. ഭക്തിഗാനം, കൃഷ്ണന്റെ എല്ലാം പാട്ട്. ഭക്തിഗാനം എന്ന് പറഞ്ഞ ടൈപ്പ് ഇത് പറ. ഭക്തിഗാനം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. അല്ല, കൃഷ്ണന്റെ കൊറേ പാട്ടുകൾ. കൃഷ്ണന്റെ എന്നല്ല, കർണാട്ടിക് സോങ്. കർണാട്ടിക് സോങ്. അതാ കൃഷ്ണന്റെ പോലത്തെ വെച്ചാൽ അങ്ങനത്തെ ഇഷ്ടമല്ല. എല്ലാ ടൈപ്പൊന്നും നമുക്ക് ഇഷ്ടമല്ല. കൂടുതലും ഇപ്പം എന്താ പറയാ, ഇപ്പം അലയിപ്പായുത്, എന്നത്തവം ചെയ്തനെ, അങ്ങനത്തെ. അമ്മക്ക് കൊടുക്കണം. ആർക്ക് വേണ്ടല്ല. ഭക്തിഗാനം അതില് മലയാളമല്ല, സോറി, ഇപ്പം സാധാ ആൽബം സോങ് അങ്ങനത്തെ ഒക്കെ പറ്റില്ല. അപ്പൊ അമ്മക്ക് അപ്പൊ 2.5 പോയി 3.5 മാർക്കിൽ 5. ഞാൻ തോറ്റു. ഇല്ല, ഇനിയും 3 ഉണ്ട്. എനിക്ക് ലോങ് ഹെയർ ആണോ ഷോർട്ട് ഹെയർ ആണോ ഇഷ്ടം? എനിക്ക് പണ്ട് ഇത്ര ഹെയർ ഉണ്ട്. അപ്പൊ ഏതാണോ ഇഷ്ടം? കുറച്ചധികം ഇഷ്ടം ലോങ് ഹെയർ ആണ്. അത് എഴുതിയത് ഇപ്പൊ ഇഷ്ടപ്പെടുന്നതാ. ഇപ്പൊ ഇഷ്ടപ്പെടുന്നത് ഏതാണോ കുറച്ചധികം ഇഷ്ടം? പറയട്ടെ, കുറച്ചധികം ഇഷ്ടം ലോങ് ഹെയർ ആണ്. പക്ഷെ എങ്കിലും മുടി കെട്ടാനും അങ്ങനെ അഴിച്ചിടാനും ഇഷ്ടം അല്ല. ലോങ് ഹെയർ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ മാർക്ക് കിട്ടും. പിന്നെ വെസ്റ്റേൺ ഡ്രസ് ആണോ ട്രഡീഷണൽ ഡ്രസ് ആണോ ഇത് കുറച്ചധികം ഇഷ്ടം? ഇഷ്ടമല്ല. ആ, ഇഷ്ടം. രസം എന്നല്ല, കുറച്ചധികം എനിക്കിഷ്ടം. എങ്ങനെയാണ്? വെസ്റ്റേൺ ഡ്രസ് ആണോ ട്രഡീഷണൽ ഡ്രസ് ആണോ ഇഷ്ടം? അമ്പലത്തിൽ പോകുന്ന ടൈപ്പാണോ അങ്ങനത്തെ? നമുക്ക് മാർക്കില്ല. ട്രഡീഷണൽ. ഓക്കെ. എന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങൾക്ക്? ട്രഡീഷണലിന് ഞാൻ അത് എഴുതണം. എനിക്ക് 3.5 സ്കോർ അധികം. ഇപ്പൊ എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞ എഴുതാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ആദ്യം നീ പറഞ്ഞു. എനിക്കറിയില്ല അമ്മക്ക് അമ്മയുടെ കാര്യം. എങ്ങനെ? എന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങൾക്ക്? അമ്മക്ക് ഇഷ്ടം. സ്വഭാവം. ഇല്ല, എന്നിട്ട് കോപ്പി അടിച്ച് പറയാനല്ലേ എഴുത്. കോപ്പി അടിച്ച് പറയാനല്ല.
ഞാൻ എനിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട പറഞ്ഞാ പോരെ. ആ എനക്ക് ഞാൻ എവിടെയെങ്കിലെല്ലാം പോകാൻ കഴിയുമ്പോ എനിക്ക് ആ ഇതെല്ലാം സാരി എല്ലാം എനിക്ക് നല്ല ഇതിലാക്കി തരും. എനിക്ക് അത് പിന്നെ ഉടുത്ത് നല്ല ഇതായിട്ട് ഉടുക്കുമ്പോ എല്ലാം വന്നെല്ലാം ചെയ്തു തരും. അതൊരു നല്ല ഇഷ്ടപ്പെട്ടതാണ്. അതിപ്പം ഒരു സ്വഭാവമായിട്ട് പറയും. ഇപ്പം എവിടെങ്കിലും പോകുമ്പം എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കും. ആ അത് ശരിയാണ്, ഞാൻ മനസ്സിലായി. ഞാനും തന്നെ ഇപ്പൊ എന്ത് കാര്യം ഒരു വരുമ്പോ സാധനം നമ്മുടെ പ്രാ- വാങ്ങാൻ പോകുമ്പോങ്കിലും നീ എല്ലാം വാങ്ങാൻ വൃത്തിയായി അതൊക്കെ. അപ്പൊ രണ്ടാൾക്ക് 3.5 മാർക്ക് അഞ്ജുവിനെ സ്കോർ ചെയ്തു. തോറ്റിട്ടൊന്നുമില്ല, ഒപ്പം പിടിച്ചു. അല്ലപ്പോ അതും ഞാൻ പറയില്ലായിരുന്നു. പക്ഷെങ്കില് തെച്ചും പറയണോന്ന് വെച്ചിട്ടല്ലേ ഞാൻ അത് പറയാണ്ടിരുന്നേ. സാരമില്ല. ഓക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു അത്രയൊക്കെ ഉള്ളൂ. അഞ്ജുവിനാണ് അത്രേ പറഞ്ഞേ. അത് ഞാൻ ആദ്യമേ ഊഹിച്ചിരുന്നു. ഒരു മാസത്തിൽ 20 25 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 20 ക്വസ്റ്റ്യൻസ് ഞാൻ റെഡി ആക്കിയിട്ടുള്ളൂ. അപ്പൊ ശരി, ബൈ.